പ്രശാന്ത സുന്ദരമായ ഒരു സായാഹ്നമായിരുന്നു. സ്റ്റെർലിംഗ് സിറ്റിയിൽ കാടിനോട് ചേർന്ന് കിടക്കുന്ന പാർക്കിൽ കളിക്കാനെത്തിയതായിരുന്നു ടോമിയും തൻ്റെ കൂട്ടുകാരൻ ബെന്നും. അവർ ഒളിച്ചു കളിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആരാദ്യം ഒളിക്കും എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു തർക്കമുണ്ടായി. ഒടുവിൽ അവരൊരു കോയിൻ ടോസ് ചെയ്യാൻ തീരുമാനിച്ചു. ടോസ് വീണത് ബെന്നിനായിരുന്നു. 100 വരെ എണ്ണിയതിനു ശേഷം ടോമി ഒളിച്ചിരിക്കുന്ന ബെന്നിനെ കണ്ടുപിടിക്കാൻ ഇറങ്ങി. ടോമിക്ക് ബെന്നിനെ കണ്ടുപിടിക്കാൻ 1 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല. കാരണം അവർക്ക് ആ പാർക്ക് അത്രയും പരിചിതമായിരുന്നു. ഇനി ഒളിക്കാൻ ടോമിയുടെ ഒഴിവായിരുന്നു. അവനറിയാം പാർക്കിൽ എവിടെ ഒളിച്ചാലും ബെൻ തന്നെ നിഷ്പ്രയാസം കണ്ടുപിടിക്കുമെന്ന്. അതുകൊണ്ട് ബെൻ കണ്ടുപിടിക്കാത്ത ഒരു സ്ഥലം തേടി അവൻ പാർക്കിൽ അലഞ്ഞു. അവൻ ചുറ്റും പരതി. പക്ഷേ അതിനു പറ്റിയൊരു സ്ഥലം അവന് കണ്ടെത്താനായില്ല. ബെന്നാണെങ്കിൽ എണ്ണിത്തീരാറുമായി. അപ്പോഴാണ് പാർക്കിന്റെ മതിലിലെ ആ വിടവ് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ മതിലിനപ്പുറം കാടാണ്. ടോമി വിചാരിച്ചു കാട്ടിൽ പോയി ഒളിച്ചാലോ എന്ന്. കാരണം ബെൻ അത്ര പെട്ടെന്നൊന്നും അത് കണ്ടുപിടിക്കില്ല. അവൻ ആ വിടവിലൂടെ കാട്ടിലേക്ക് കടന്നു. എന്നിട്ട് ഒരു മരത്തിന്റെ പുറകിൽ ഓടി ഒളിച്ചു. അപ്പോഴാണ് വളരെ ഭംഗിയുള്ള ഒരു ചിത്രശലഭത്തെ അവൻ കണ്ടത്. ടോമിക്ക് കൗതുകം തോന്നി. അവൻ അതിനെ പിടിക്കാനായി അതിന്റെ പിന്നാലെ ഓടി. അവൻ ഓടി ഓടി കാടിന്റെ നടുവിലെത്തി. ആ ചിത്രശലഭം ഒരു മരത്തിലിരിക്കുകയായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ അവൻ അതിൻ്റെ അടുത്തേക്ക് നീങ്ങി. പക്ഷെ പെട്ടെന്ന് മരത്തിന്റെ പുറകിൽ വളരെയധികം ഉയരമുള്ള ഒരു രൂപം അവൻ കണ്ടു. അവൻ അവിടെ നിന്നു. അവന്റെ കാലൊച്ച നിലച്ചപ്പോൾ ആ രൂപം ആ മരത്തിന്റെ പിന്നിലേക്ക് മറഞ്ഞു. ടോമി പരിഭ്രമിച്ച് അതാരാണെന്ന് വിളിച്ചു ചോദിച്ചു. പക്ഷേ അവൻ ഉത്തരമൊന്നും കിട്ടിയില്ല. അവൻ പതുക്കെ ആ മരത്തിനടുത്തേക്ക് ചെന്ന് പുറകിലേക്ക് നോക്കി. അവിടെ ഒന്നും കണ്ടില്ല അവൻ. പക്ഷെ നിലത്ത് ചിത്രശലഭത്തിന്റെ ചിറകുകൾ കീറിപ്പറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അവനെന്തോ പന്തികേട് തോന്നി. അവന്റെ എതിരെ ഒരു കാലൊച്ച വരുന്നതായി അവൻ തിരിച്ചറിഞ്ഞു. തിരിഞ്ഞുപോയി നോക്കാൻ അവന് പേടിയായിരുന്നു. രണ്ടും കൽപ്പിച്ച് അവൻ വന്ന വഴി ഓടി. അവന്റെ മുന്നിലെ പൊന്തക്കാട് ഇളകുന്നത് അവൻ ശ്രദ്ധിച്ചു. അതിലേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി. അപ്പോഴേക്ക് ആ പൊന്തക്കാടിലെ ഇളക്കം നിലച്ചു. അതിനുള്ളിൽ നിന്നും ഉയരമേറിയ ഒരു ഇരുണ്ട രൂപം ഉയർന്നു വന്നു. അതിനൊരു മനുഷ്യന്റെ രൂപമായിരുന്നു. പക്ഷെ മുഖത്ത് കണ്ണോ മൂക്കോ വായയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അയാളുടെ കൈകൾ നീരാളിയുടേതുപോലെയായിരുന്നു. ഒരു കറുത്ത സ്യൂട്ടായിരുന്നു അയാൾ ധരിച്ചിരുന്നത്. അയാളുടെ ചോരയുടെ നിറമുള്ള ടൈ കാറ്റിൽ പതുക്കെ ഇളകുന്നുണ്ടായിരുന്നു. പാർക്കിൽ നിന്നും ബെൻ തന്നെ വിളിക്കുന്നത് അവൻ കേട്ടു. തിരിച്ചു ബെന്നിനെ വിളിക്കാനായി നാവ് ഉയർത്തിയതും ആ ഭീകരരൂപി തൻ്റെ നീരാളി കൈകൾ കൊണ്ട് അവനെ വരിഞ്ഞു മുറുക്കി. ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റാതെ അവൻ ആ കൈകളിൽ കിടന്ന് പിഴഞ്ഞു. ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ടോമിക്ക് എന്തു പറ്റിയെന്ന് ആർക്കും കണ്ടെത്താനായില്ല. ഈ പറഞ്ഞ കഥയിലെ ഉയരം കൂടിയ മനുഷ്യനാണ് സ്ലെൻഡർമാൻ. ദ സ്ലെൻഡർമാൻ തികച്ചും ഇന്റർനെറ്റിലൂടെ പോപ്പുലറായ ഒരു അർബൻ ലെജൻഡാണ്. മറ്റു അർബൻ ലെജൻഡിൽ നിന്നും സ്ലെൻഡർമാനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ ഒറിജിൻ വളരെ ക്ലിയർ ആണെന്നുള്ളതാണ്. 2009 സംതിങ് ഓഫ്ഫുൾ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഒരു ഫോട്ടോ കോൺടെസ്റ്റ് നടത്തി. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് പാരാനോർമൽ ചിത്രങ്ങൾ ഉണ്ടാക്കുക എന്നായിരുന്നു ആ മത്സരം. എറിക് ന്യൂഡ്സൺ എന്ന് പറഞ്ഞൊരു വ്യക്തി വിക്ടർ സെർച്ച് എന്ന പേരിൽ ആ ത്രെഡിലേക്ക് 2 ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തു. ഒരു സംഘം കുട്ടികളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളായിരുന്നു അത്. ആ ചിത്രങ്ങളിൽ ആ കുട്ടികളോടൊപ്പം ഉയരം കൂടിയ മുഖമില്ലാത്ത കറുത്ത കോട്ട് ധരിച്ച് ഒരു രൂപമുണ്ടായിരുന്നു, സ്ലെൻഡർമാൻ. പിന്നെ ഇന്റർനെറ്റ് സ്ലെൻഡർമാനെ ഏറ്റെടുത്തു. അവരതിനെ ആഘോഷമാക്കി. സ്ലെൻഡർമാനെ കഥാപാത്രമാക്കി കഥകൾ ഇറങ്ങാൻ തുടങ്ങി. ആ കഥകൾക്ക് വൻ പോപ്പുലാരിറ്റിയും ലഭിച്ചു. കൂടാതെ ആ സമയത്ത് നടന്ന ചില കുട്ടികളെ കാണാതാവുന്ന കേസുകൾ സ്ലെൻഡർമാൻ ചെയ്തതാണെന്നും പ്രചരിച്ചു. തികച്ചും ഇന്റർനെറ്റിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയയുടെ സന്തതിയാണ് സ്ലെൻഡർമാൻ. സ്ലെൻഡർമാൻ കഥയെ ആധാരമാക്കി നടന്ന മറ്റൊരു യഥാർത്ഥ സംഭവമാണ് ഇനി പറയാൻ പോകുന്നത്. ഒരുപക്ഷെ ഇത് നേരത്തെ പറഞ്ഞ കഥയേക്കാൾ ഭീകരമായിരിക്കാം. വൊക്കേഷ എന്ന അമേരിക്കൻ ടൗണിൽ 2014 ഈ കഥ അരങ്ങേറുന്നത്. കെയ്റ്റൻ ലൂട്ട്നർ എന്ന 12 വയസ്സുകാരി തൻ്റെ 2 കൂട്ടുകാർക്കൊപ്പം ടൗണിനടുത്തൊരു കാട്ടിൽ കളിക്കുകയായിരുന്നു. പെട്ടെന്ന് കൂട്ടുകാരികൾ 2 പേരും ചേർന്ന് ലൂട്ട്നറിനെ വലിച്ചു താഴെയിടുകയും അവരുടെ കയ്യിലുള്ള കത്തി കൊണ്ട് ആഞ്ഞു കുത്തുകയും ചെയ്തു. അവളുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തായി 19 തവണ ആ കത്തി കുത്തിയിറക്കി അവർ. എന്നിട്ടും ജീവൻ ബാക്കിയുണ്ടായിരുന്ന ലൂട്ട്നറിനോട് ഞങ്ങൾ സഹായത്തിന് ആരെങ്കിലും വിളിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞു പോയ കൂട്ടുകാരികൾ
പിന്നീട് തിരിച്ചു വന്നില്ല. പാതി ജീവൻ കൊണ്ട് ലൂട്ട്നർ എങ്ങനെയോ ഇഴഞ്ഞിഴഞ്ഞ് കാടിനരികിലുള്ള വഴിയിലെത്തി. അതുവഴി പോയ ഒരാൾ അവളെ കാണുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആന്തരിക അവയവങ്ങൾക്ക് സാരമായ പരിക്കേറ്റ് 7 ദിവസം ആശുപത്രിയിൽ കിടന്ന ലൂട്ട്നർ പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായ കൂട്ടുകാരികളെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് സ്ലെൻഡർമാനെ പ്രീതിപ്പെടുത്താനായാണ് അവരത് ചെയ്തതെന്നും അതിലവർക്ക് കുറ്റബോധമില്ലെന്നുമാണ്. സ്ലെൻഡർമാൻ സ്റ്റാബിംഗ് അല്ലെങ്കിൽ വൊക്കേഷ്യ വിസ്കോൺസിൻ സ്റ്റാബിംഗ് എന്ന പേരിൽ ഈ സംഭവം കുപ്രസിദ്ധി നേടി. പിന്നീടും ഇതുപോലുള്ള പല സംഭവങ്ങളും ഉണ്ടായി. സ്ലെൻഡർമാൻ എന്നത് സത്യമോ അതോ വെറും കെട്ടുകഥയോ എന്തുമായിക്കോട്ടെ, സ്ലെൻഡർമാനിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളിടത്തോളം കാലം ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. എന്തായാലും നമുക്കിത് വെറും ഒരു അറിവായി മാത്രം ഉൾക്കൊള്ളാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്ത പ്രാവശ്യം മറ്റൊരു അർബൻ ലെജൻഡിനെ ഞങ്ങൾ പരിചയപ്പെടുത്തും. അതുവരെ സ്റ്റേ അലൈവ്.